ഗായ്സ്, അപ്പോൾ ടിപ്പിക്കൽ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും റൈഡേഴ്സിനും എല്ലാവർക്കും വേണ്ടി ഒരു ചായയ്ക്ക് വേണ്ടി ഒരുപാട് ദൂരം പോകാൻ ഒരു മടിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു കിഡിലൻ ആംബിയൻസിലുള്ള കിഡിലൻ ഒരു കടയാണിത്. ഒരുപാട് വട്ടം മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ഇതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് മൂന്നാർ പോകുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടധികം ആരും പോകാറില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു അവധി ദിവസമാണ് ഞങ്ങൾ ഇന്നിങ്ങ് വന്നത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത്രയും തിരക്ക് വരാറില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇതൊരു കിഡിലൻ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നിരിക്കുന്നൊരു ചായക്കടയുണ്ട് ഇവിടെ. ആകെ ഒരു ചായക്കടയേ ഉള്ളൂ. അതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. നോർമൽ കാണുന്ന ഒരു മൂന്നാർ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ സെറ്റപ്പാണിത്. ഇത് മൂന്നാർ ടൗണെത്തുന്നതിന് മുമ്പ് പള്ളിവാസലിലുള്ള ആട്ടുകാട് വാട്ടർഫോൾസ്. ആട്ടുകാട് വാട്ടർഫോൾസിനോട് ചേർന്ന് തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു കിഡിലൻ ഒരു കടയാണിത്. ചായ ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ലൈം അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ചായ, ഇവിടുത്തെ ചായ ഒന്നും പറയാനില്ല, ബെസ്റ്റാണ്. ഞാൻ ഈ ഇത്രയും നാൾ കുടിച്ചതിൽ വെച്ച് ഒരു കിഡിലൻ ആംബിയൻസ് ഇരുന്ന് കുടിച്ചേക്കുന്ന ഒരു അടിപൊളി ചായ അത് ഇവിടുത്തെ ചായ തന്നെയാണ്. നോർമൽ ചായനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ ഒരു ആംബിയൻസ് ഇരുന്ന് കുടിക്കുമ്പോൾ ചായയുടെ ടേസ്റ്റും അതൊരു വേറെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള കിഡിലൻ ചായയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ചായയൊക്കെ കുടിക്കാം, അല്ലെങ്കിൽ ആ ഒരു വൈബൊക്കെ ആഘോഷിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റൊരു കിഡിലൻ സ്പോട്ട് തന്നെയാണ്. ഇവിടുന്ന് ഒരു ചായ മേടിച്ച് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ ഇരുന്ന് കുടിച്ച് അത് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ലെവലാണ്. ഉയരം കൂടുന്നതും ചായയുടെ സ്വാദും കൂടുതലായിരിക്കുമല്ലോ. തിരക്കുള്ള ടൈമിലാണെങ്കിൽ ഈ ഒരു പാലം ക്രോസ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടി സൂക്ഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.